സംജാത് ഡയറക്ട് ചെയ്ത് സിദ്ദിഖ്, ദിലീഷ് പോത്തൻ, രഞ്ജിത്ത് സജീവ് തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ സിനിമയാണ് ഗോളം. ഈ സിനിമ എൻ്റെ ഉള്ളിൽ ആ സിനിമ പ്രേക്ഷകനെ ഒരു 90% ഹാപ്പി ആക്കി വെച്ച രീതിയിലാണ് അതിന്റെ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. സിനിമയുടെ ഒരു പ്ലോട്ട് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ദിലീഷ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം ഐസക് ജോൺ എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര്. അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റ് സ്പേസ് ഉണ്ട്. വിടെക് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനി അദ്ദേഹം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ കമ്പനിയുടെ ബാത്റൂം സ്പേസിൽ വെച്ച് ദിലീഷ് പോത്തൻ മരണപ്പെടുകയാണ്. ഈ മരണം കൊലപാതകമാണോ അതോ ഒരു സാധാരണ മരണമാണോ എന്നുള്ള ഒരു സംഭവമാണ് ഇതിലെ ഒരു പ്രധാന പ്ലോട്ടായിട്ട് വരുന്നത്. ഈ ഒരു കേസ് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് രഞ്ജിത്ത് സജീവ് അവതരിപ്പിക്കുന്ന കഥാപാത്രം. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ഹൈ തിങ്കിങ്, ഒരു അനലിറ്റിക്കൽ മൈൻഡ്, ഒരു ടോപ്പ് ക്വാളിറ്റി തിങ്കിങ് ഉള്ള ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൊളീഗ്സിന് പോലും ഈ ഒരു സാഹചര്യം, ഈ ദിലീഷ് പോത്തന്റെ മരണത്തിന് കാരണമാകുന്ന ആ സാഹചര്യങ്ങൾ ഒരു നോർമൽ ഡെത്ത് ആണെന്ന് കൺക്ലൂസീവ് ആയിട്ട് തീരുമാനിക്കാനാണ് ഇഷ്ടമെങ്കിൽ പോലും നമ്മുടെ നായകൻ അതിലൊരു മർഡറിന്റെ എലമെന്റ് കണ്ടുപിടിക്കണം. അതാണ് ഈ സിനിമയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇതിൽ ആ ഒരു സ്പേസിൽ നടക്കുന്ന കഥയായതുകൊണ്ട് നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, ഇതിൽ എന്താണ് നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഓഫീസ് സ്പേസിലുള്ള ആളുകളുമായിട്ട് ഈ ഒരു മരണത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ ആരെങ്കിലും ആണോ ഈ കൊലപാതകം ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ക്യൂരിയസ് എലമെന്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. നമുക്ക് ആ സിനിമ കാണാൻ ഒരു ത്രില്ല് ഉണ്ടാവും. ആ ത്രില്ല് മീൻസ്, ഞാൻ മുന്നത്തെ ഒരു തലവനൊക്കെ സിനിമയിലൊക്കെ പറയുന്ന പോലെ ഓരോ 10 മിനിറ്റിൽ കൂടുമ്പോൾ ഓരോ ഹൈ തരുന്ന രീതി, അങ്ങനെയല്ല. ഇതൊരു പതുക്കെ പോകുന്ന, സ്ലോ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. ആ ഒരു മൈൻഡിലിരുന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ആ തുടക്കത്തിൽ ആ സീന് കഴിഞ്ഞിട്ട് പിന്നെ ആ ഫസ്റ്റ് ഹാഫിൽ ഉടനീളം നമ്മുടെ നായകൻ ഈ കൊലപാതകവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആ തെളിവുകളും അതിനോട് അനുബന്ധിയായിട്ട് വരുന്ന കാര്യങ്ങളും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കൂടുതലുള്ളത്. അദ്ദേഹം ഇങ്ങനെ കളക്ട് ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ സെക്കൻഡ് ഹാഫിൽ കൊടുക്കാൻ തിരക്കഥാകൃത്തിനും നമ്മുടെ സംവിധായകനും ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു എന്റർടൈനിങ് വാല്യൂ ഉയർത്താനുള്ള ഒരു പ്രധാന കാരണമെന്നും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിലെ പെർഫോമൻസുകളുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ, നമ്മുടെ സിദ്ദിഖിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പഞ്ചസാരയുടെ സ്വാദ് മധുരമാണ് എന്ന് പറയുന്ന പോലെയാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നല്ലതാണെന്ന് പറയണ്ട, എന്നിരുന്നാലും ആ ഒരു ഇന്റർവെൽ ബ്ലോക്കിനോട് അടുപ്പിച്ച് അദ്ദേഹത്തിന്റെ ഒരു നറേഷൻ വരുന്നുണ്ട് സിനിമയിൽ. അദ്ദേഹം ഒരു ഡോക്ടറായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ നറേഷനിൽ തന്നെ നമുക്ക് ആ സെക്കൻഡ് ഹാഫ് കാണാനുള്ള നമ്മുടെ ആ ഒരു മൈൻഡ് കുറച്ചും കൂടി മോൾഡ് ആയിട്ട് വരും. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ഫ്രെയിമാണ് ആ ഇന്റർവെൽ ബ്ലോക്ക് ആയിട്ട് വന്നിട്ടുള്ളത്. സാധാരണ ഗതിയിൽ ഇങ്ങനത്തെ ത്രില്ലർ സിനിമകളൊക്കെ വരുന്ന സമയത്ത് ആ നറേഷൻ കാരണം നമുക്ക് കിട്ടുന്ന ആ ഹൈ വളരെ കൂടുതലാണ് ഈ സിനിമയിൽ. എസ്പെഷ്യലി ആ ഇന്റർവെൽ പഞ്ചിൽ അത് നമ്മുടെ സിദ്ദിഖിന്റെ ഭാഗത്ത് അത് ശരിക്കും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിലെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമ ഒരു പെർഫെക്റ്റ് ഗൈഡ് ഫോർ ഹൗ ടു ഡു എ ക്രൈം എന്നുള്ളൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. അതെന്താണെന്ന് വെച്ചാൽ, സാധാരണ ആ ഒരു ക്രൈമിന്റെ ചുരുൾ അഴിഞ്ഞു വരുന്ന സമയത്താണ് നമുക്ക് ആ കാര്യങ്ങളോട്ട്, അല്ലെങ്കിൽ ആ ഒരു ത്രില്ലർ സിനിമയിലോട്ട് കൂടുതൽ ഒരു ഇൻട്രസ്റ്റ് വരും. ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ആരാണ് അത് ചെയ്തത് എന്ന് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ അത് എങ്ങനെ ചെയ്തു, എങ്ങനെ ആ ഒരു സ്പേസിൽ ഇങ്ങനെ ഒരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ അത് നടത്തിയവർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് അവർ എക്സ്പ്ലനേറ്ററി ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഓഫീസ് സ്പേസിൽ തന്നെ ഉള്ള ഡിഫറെന്റ് ഏരിയാസ്, കോർണേഴ്സ്, അതൊക്കെ യൂട്ടിലൈസ് ചെയ്ത്, അതുപോലെ തന്നെ ആ CCTV പരിപാടികളൊക്കെ അത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ എന്താ പറയുക, ഈ കൾപ്രിറ്റ് അത് ഉപയോഗിച്ചിട്ടുണ്ട്, ആ ഒരു ഏരിയ ഓഫ് കവറേജ് ഓഫ് CCTV കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കൺവിൻസിങ് ആവുന്ന രീതിയിൽ തന്നെ എങ്ങനെയാണ് ആ കൊലപാതകം ചെയ്തിരിക്കുന്നു എന്ന് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു നല്ല ഒരു പുതുമയുള്ള ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആയിട്ട് സിനിമയിൽ തോന്നി.
പിന്നെ ഇതിൽ എനിക്ക് ഒരു ഫ്ലോ ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രഞ്ജിത്ത് സജീവ്, ഈ പ്രധാന കഥാപാത്രം അവതരിപ്പിച്ച രഞ്ജിത്ത് സജീവിന്റെ ഡയലോഗ് ഡെലിവറി, ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഫിലിം, ആ തുടക്ക സമയത്ത് കുറച്ച് ഒരു സമയം അദ്ദേഹത്തിന്റെ കൊളീഗ്സിനോട് ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് അനലിറ്റിക്കലായിട്ട് സംസാരിക്കുന്ന സമയത്ത്, നമ്മളൊരു ഇന്ററോഗേഷന്റെ സമയത്ത് പ്രതികളോട് സംസാരിക്കുന്ന ഒരു ടോണിലാണ് കൊളീഗ്സിന്റെ അടുത്ത്, അതായത് നമ്മുടെ അലൻസിയറിന്റെ അടുത്തല്ല അദ്ദേഹം സംസാരിക്കുന്നത് എന്ന രീതിയിൽ ഒരു ചിന്ത എനിക്ക് പോയി. പക്ഷെ പോകെ പോകെ ആ ഒരു ക്യാരക്ടറിനെ ക്യാരി ചെയ്ത് അദ്ദേഹം പിക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വന്നിട്ടുമുണ്ട്. അത് എന്തായാലും മൊത്തം കണ്ട സമയത്ത് ഇനി വരും കാലങ്ങളിൽ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നല്ല നല്ല റോളുകൾ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള നടനാണ് രഞ്ജിത്ത് സജീവ് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന്റെ ഒരു ടൈറ്റിൽ കാർഡ് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ ആ ഗോളത്തിന്റെ ഓകാരം ഉണ്ടല്ലോ, അതൊരു ഹെമിസ്ഫിയർ ടൈപ്പ് ആണ് വന്നിട്ടുള്ളത്. അത് ഫുൾ രൂപം കൊടുത്തില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് സിനിമയുടെ ക്ലൈമാക്സിലോട്ട് അടുക്കുന്ന സമയത്ത് മനസ്സിലാവും. എന്തായാലും നല്ലൊരു എന്റർടൈൻമെന്റ് വാല്യൂ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫിലിം തന്നെയാണ് ഈ ഗോളം എന്ന് പറയുന്ന സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 90% ഞാൻ ഹാപ്പിയാണ് സിനിമ കണ്ടിട്ട്. നിങ്ങളും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.